അൽവസാരിയെ പീഡിപ്പിച്ചെന്ന കേസിലെ CPM പ്രവർത്തകനാണ് പ്രതിയായിട്ടുള്ളത്. അത് ഒളിവിലാണ്. പീഡനവിവരം ചോദിക്കാൻ ചെന്ന കുട്ടിയുടെ പിതാവിനെ ഇവർ മർദ്ദിച്ചെന്നും പരാതിയുണ്ട്. തേലത്തുരത്ത് ബ്രാഞ്ച് അംഗമായ സുബ്രഹ്മണ്യനെതിരെ ഈ മാസം 15-നാണ് ചെങ്ങമനാട് പോലീസ് കേസെടുത്തത്. കാരണം നമ്മൾ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പുള്ളിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അച്ഛനാണ്. എല്ലാം വെച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ട് സത്യമാണോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ പരാതി കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ചെന്ന് പുള്ളിയോട് ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോൾ പുള്ളിയോട് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് അവിടെ ചെന്നപ്പോൾ ഒരു 3 പേരും കൂടെ വട്ടം കൂടി നിൽക്കും എൻ്റെ ഹസ്ബൻഡിനെ അടിക്കാനായിട്ട്. അതായത് മൂത്ത മകനും സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന പുള്ളിയും ഇവരുടെ ഭാര്യ ചൂലും കെട്ട് വെച്ച് അടിച്ച് എൻ്റെ ഹസ്ബൻഡിനെ. മകൻ നെഞ്ചത്തൊക്കെ ഇട്ട് ഇടിച്ചിട്ട് മൊത്തം പോലീസുകാർ കണ്ടേക്കണം എന്നാണ്. ആ മുറിവോട് കൂടിയാണ് നമ്മൾ പരാതി കൊടുക്കാൻ നമ്മളവിടെ പോണത്. അങ്ങനെ അടിച്ച് വൈകുന്നേരം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് നെഞ്ചുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്ക് എങ്ങനെയും കുഞ്ഞിൻ്റെ കാര്യം ഒന്ന് രക്ഷപ്പെടുത്തണം. അത് കഴിഞ്ഞൊരു വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിത് ചൈൽഡ് ലൈനെ അറിയിച്ചു. ഹസ്ബൻഡ് തന്നെയാണ് ചൈൽഡ് ലൈനെ അറിയിക്കണേ. ചൈൽഡ് ലൈനെ അറിയിച്ചപ്പോൾ പിറ്റേ ദിവസം DRCയിൽ കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. ഈ ചൈൽഡ് ലൈനെ അറിയിച്ചെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇളയ മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 3 പേരും മാഞ്ഞാലിയിൽ നിന്ന് വിട്ടുപോക്കോ അല്ലെങ്കിൽ 3 പേരെയും കൊല്ലുമെന്ന് പറഞ്ഞു, ഭീഷണിപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ DRCയിൽ കുഞ്ഞിനെ കൊണ്ട് ചെന്നു. അങ്ങനെ കൗൺസിലിങ്ങിൽ കുഞ്ഞിന് മൊഴിയെടുത്തു. എല്ലാം കറക്റ്റാണെന്നുള്ളത് രീതിയിൽ വന്നു. അത് കഴിഞ്ഞ് നേരെ ഇവർ ചൈൽഡ് ലൈനിൽ വിട്ടു. ചൈൽഡ് ലൈൻ കേസ് രജിസ്റ്റർ ചെയ്ത് നേരെ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ വിട്ടു. ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പോലീസ് കുഞ്ഞിനോട് ചോദ്യം ചോദിച്ചു. കുഞ്ഞെല്ലാ ആൻസറും പറഞ്ഞു. അവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുഞ്ഞു പറഞ്ഞു. അതിനുശേഷം കുഞ്ഞിനെ മെഡിക്കൽ ചെക്കപ്പിനായിട്ട് വിധേയമാക്കാൻ പറഞ്ഞു. മെഡിക്കൽ ചെക്കപ്പ് എടുത്തു. മെഡിക്കൽ ചെക്കപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ 2-3 ദിവസമായത് കാരണം കുഞ്ഞിൻ്റെ നല്ല ചുവപ്പുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ഫസ്റ്റ് ഡേ നമ്മൾ നോക്കുമ്പോൾ കുഞ്ഞിന് നല്ല ചുവപ്പുണ്ടായിരുന്നു. മൂത്രമൊഴിക്കുന്ന സ്ഥലത്തൊക്കെ ഭയങ്കരമായിട്ട്. അപ്പോൾ എനിക്ക് അവിടെ ചെന്ന് മെഡിക്കൽ ചെക്കപ്പ് എടുത്തപ്പോൾ കുഞ്ഞിൻ്റെ മൂത്രമൊഴിക്കണ ഭാഗത്ത് റെഡിഷായിട്ട് ചോര കളറ് അങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അത് നമ്മുടെ റിപ്പോർട്ടും കാര്യങ്ങളിലും തന്നെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഈ റിപ്പോർട്ട് വന്നതോടുകൂടി പോലീസുകാർ നേരെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത്, അന്ന് തന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കുഞ്ഞിനെ ഹാജരാക്കി. കുഞ്ഞ് അവിടുന്ന് എല്ലാവർക്കും എതിരെയുള്ള പരാതി പറഞ്ഞതാണ്. അന്നാണ് കുഞ്ഞ് കൗൺസിലിങ്ങിൽ പറയണത് കുഞ്ഞിനെ ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അംഗൻവാടി ടീച്ചറാണ്. അത് ICDS സൂപ്പർവൈസറിനെയാണ് ഇവർ ആദ്യം ഈ കാര്യം അറിയിക്കേണ്ടത്. നമ്മൾ വിളിക്കുമ്പോഴാണ് ICDS സൂപ്പർവൈസർ ഈ കാര്യം അറിയുന്നത്. കേട്ട് നിൽക്കാൻ കഴിയില്ല അമ്മ പറയുന്ന ഓരോ വാക്കുകളും. സ്നേഹമോൾ നൈനാൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്നേഹ, 6 ദിവസമായി ഈ കുടുംബം പരാതി നൽകിയിട്ട് എന്തുകൊണ്ടാണ് പോലീസ് ഒരു നടപടിയും എടുക്കാത്തത്? പ്രതിയെ പറ്റി എന്തെങ്കിലും സൂചന, വിവരമുണ്ടോ? ആര്യ മാർഷൽ, നിലവിൽ പ്രതിയെക്കുറിച്ച് യാതൊരുവിധ സൂചനയുമില്ല. പ്രതി ഒളിവിൽ പോയതാണ്. അതിന് ഒത്താശ ചെയ്തത് CPM അംഗങ്ങൾ തന്നെയാണ്, CPMന്റെ നേതാക്കൾ തന്നെയാണ്. ജില്ലാതലത്തിൽ അടക്കമുള്ള അംഗങ്ങൾ ഈ ഇദ്ദേഹം ഒളിവിൽ പോകുന്നതിന് സഹായം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ കുടുംബവുമായി വളരെയധികം അടുത്ത ബന്ധത്തിൽ ഉള്ള ആളായിരുന്നു ഈ പ്രതിയായ ഈ BK സുബ്രഹ്മണ്യൻ എന്നത്. ഇവർ താമസിച്ചിരുന്ന വീടിന് തൊട്ട് മുൻപിൽ ചായക്കട നടത്തുന്ന ഒരാളായിരുന്നു. രണ്ടുപേരും തന്നെ, ഈ കുട്ടിയുടെ മാതാപിതാക്കൾ രണ്ടുപേരും തന്നെ ജോലിക്ക് പോയിരുന്നതിനാൽ കുട്ടിയെ അംഗൻവാടിയിൽ കൊണ്ടുപോകാൻ ഏൽപ്പിച്ചിരുന്നത് ഇദ്ദേഹത്തെ ആയിരുന്നു. അതിന് കാരണമെന്ന് പറയുന്നത്, ഒന്നാമത്തെ കാരണം ഇവരുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളുകളായിരുന്നു. ഒപ്പം തന്നെ ഈ അംഗൻവാടി ടീച്ചർ എന്നത് ഈ പ്രതിയായ BK സുബ്രഹ്മണ്യന്റെ ഭാര്യയായിരുന്നു. അതിനുശേഷം നിരന്തരം ഈ 3 തവണ ഈ കുട്ടിയെ ഇദ്ദേഹം ഇത്തരത്തിൽ ഉപദ്രവിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടിയെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോയപ്പോൾ കുട്ടിയുടെ നെഞ്ചിൽ ഉള്ള പാട് കണ്ട് മാതാപിതാക്കൾ ചോദിച്ചപ്പോഴാണ് ഈ പീഡന വിവരം കുട്ടി പുറത്തു പറയുന്നത്. കുട്ടിയുടെ ഒരു അവസ്ഥ എടുക്കുകയാണെങ്കിൽ നിലവിൽ ആ കുട്ടിക്ക് വളരെയധികം ആഘാതമാണ് ഏറ്റിരിക്കുന്നത്. ഒരു മാതാപിതാക്കൾ പറയുന്നതനുസരിച്ച് വളരെയധികം സൈലൻ്റായ ഒരു കുട്ടിയായിരുന്നു. രാത്രി കാലങ്ങളിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് കരയുവാനും ഒപ്പം തന്നെ മാതാപിതാക്കളെ അടിക്കുവാനും തുടങ്ങി. ഈ പ്രതിയായ BK സുബ്രഹ്മണ്യനെ ഈ കുട്ടി വിളിച്ചിരുന്നത് അച്ഛ എന്ന് തന്നെയായിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം ബന്ധം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അച്ഛയെ കാണുന്നത് ഇഷ്ടമല്ല, അച്ഛനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ആ കുട്ടി കരയുകയുണ്ടായി. ഒപ്പം തന്നെ എല്ലാ ദിവസവും ഈ കുട്ടി ഇതുപോലെ തന്നെ രാത്രിയിൽ എഴുന്നേറ്റ് മാതാപിതാക്കളെ അടിക്കുകയുണ്ടായി. അങ്ങനെ കുട്ടിയുടെ സ്വഭാവം തന്നെ ഒരു വയലൻ്റായി തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ഇത് ചോദിക്കാൻ ചെന്ന കുട്ടിയുടെ പിതാവിനെ BK സുബ്രഹ്മണ്യനും മകനും ചേർന്ന് മർദ്ദിച്ചു എന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം ഈ കഴിഞ്ഞ ജനുവരി 14-നായിരുന്നു ഈ മാതാപിതാക്കൾ ഇയാൾക്കെതിരെ കേസ് കൊടുത്തത്. 15-ാം തീയതി പോലീസ് കേസെടുക്കുകയും ചെയ്തു. പക്ഷേ പിതാവിനെ മർദ്ദിച്ചു എന്ന് കേസ് കൊടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ നെഞ്ചിലടക്കം മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പിതാവിനെ മർദ്ദിച്ചു എന്നതിൽ പോലീസ് കേസെടുത്തിട്ടില്ല എന്നാണ് കുടുംബം നമ്മളോട് പറയുന്നത്. നിരവധി തവണ ഇവരെ
സ്നേഹ ഭീഷണിപ്പെടുത്താനുള്ള പറയുന്നു, ആ വ്യക്തിയെയും അച്ഛ എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ എത്രത്തോളം എങ്ങനെയാണല്ലേ സ്വന്തം അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കണ്ടതിന് ചെറിയൊരു കുഞ്ഞാണ്. മാത്രമല്ല അത് നിലയ്ക്കര CPM ബ്രാഞ്ച് അംഗമാണെന്ന് കൂടിയാണ് വാർത്തയെ കാണുന്നത്. CPM പോലെയുള്ള ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പാർട്ടിയുടെ പ്രവർത്തകനാണെങ്കിൽ കർശനമായ നടപടി ഇക്കാര്യത്തിൽ അത് ആ പ്രതിയെ ഒളിപ്പിക്കാൻ ഇപ്പോൾ CPM നേതാക്കൾ തന്നെ, അവിടെയുള്ള ജില്ലാ നേതാക്കൾ തന്നെ ഒത്താശ ചെയ്തു എന്ന പരാതിയും ആ കുടുംബത്തിന് ഉണ്ട്.